ഇപ്പോഴേ സുസുക്കിയുടെ ബേസ് മോഡൽ വണ്ടിക്ക് എടുക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ടോപ്പ് എൻഡിൽ വരുന്ന സ്റ്റിയറിംഗ് വീൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ബേസ് മോഡലിൻ്റെ സ്റ്റിയറിംഗ് വീൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇതിന് വേറെ നമുക്ക് ഓൾട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. മാരുതിയുടെ ജെന്യൂൻ ആയിട്ട് വരുന്ന പാർട്സാണ്. ഈ ഒരു വണ്ടി നമുക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് കോതമംഗലത്തു നിന്നാണ്. സ്റ്റിയറിംഗ് വീല് മാത്രമല്ല, നമുക്കിത് ഇൻഫർടൈൻമെൻറ്റും സ്പീക്കേഴ്സും അതേപോലെ തന്നെ ബാക്ക് ക്യാമറയും ഫൈഡിമേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഇൻഫർടൈൻമെൻറ്റ് നമ്മളെ സ്മാർട്ട് ഓഡിയോയുടെ ഒരു കിടിലൻ സ്റ്റീരിയോ ആണ്. അതിൽ ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്. 4x64 ആണ്. നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഒപ്പം നമുക്ക് നല്ല സൗണ്ട് ക്വാളിറ്റിയിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സ്റ്റീരിയോയും കൂടിയാണ്. 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് സർവീസൊക്കെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഐറ്റാണ്. അപ്പോൾ നമ്മൾ കൂടുതലും സ്മാർട്ട് ഓഡിയോ തന്നെ ചൂസ് ചെയ്യാറുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വെച്ച് പോകുന്നത് മാത്രമല്ല, നമുക്ക് റീപ്ലേസ്മെൻറ്റ് എത്ര വേഗം കിട്ടും, അതേപോലെ തന്നെ എത്ര വേഗം ഒരു കൊല്ലം കഴിഞ്ഞാലും സർവീസ് കിട്ടും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കാറുള്ളത്. അപ്പോൾ നമ്മളെ ഷോപ്പിൽ ചെയ്യുന്നതൊക്കെ അതേപോലത്തുള്ള സ്റ്റീരിയോസാണ്. സ്റ്റിയറിംഗ് ഇതേ നമ്മൾ പ്രോഗ്രാം ചെയ്തെടുത്തിട്ടുണ്ട്. പക്കയായിട്ട് സ്റ്റിയറിംഗ് വീൽ ഫിറ്റ് ചെയ്ത് സ്റ്റിയറിംഗ് വീൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സെപ്പറേറ്റ് കടകളിലൊക്കെ ചെയ്തിട്ട് മീറ്ററിൽ വാണിങ്ങും അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മളത്തേക്ക് ശരിയാക്കാൻ വരാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പക്കയായിട്ട് തന്നെ ഇത് കണ്ടില്ല, സ്റ്റാർട്ടിങ്ങിലാണ് നിൽക്കണേ. വേറെ മീറ്ററിൽ വാണിങ്സോ അതിനെ കാര്യങ്ങളൊന്നുമില്ല. പക്കയായിട്ട് അലൈൻമെൻറ്റ് ചെയ്തു. ഇതിൽ ക്ലോക്ക് സ്പ്രിങ്ങും ആംഗിൾ സെൻസറൊക്കെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തായാലും ഭാവിയിൽ ദോഷം ചെയ്യും. 4 ഡോറിലും പയനിയറിൻ്റെ സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള എൻട്രി ലെവലായിട്ട് ഒരു കിടിലൻ സ്പീക്കേഴ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പയനിയറിൻ്റെ ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 3300 അതേപോലെ തന്നെ 4400 നമ്മൾ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ നമ്മളെ സ്പീക്കേഴ്സ് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ ഇത് ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സോങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഡിസ്പ്ലേയിൽ നമ്മൾ ഫിറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പാനൽ ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള ABS ക്വാളിറ്റിയോടുകൂടിയുള്ള ഒരു പാനലാണ്. 2 tiers ഈ ഒരു ലുക്കിലാണ് ഫിറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള. ഡോർ പാനിൻ്റെ ആ ഒരു ഇതിൽ 5D മേറ്റ് കണ്ടില്ലേ, പക്കാ ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു 5D മേറ്റാണ്. നമ്മളെ GFXൻ്റെ കറക്റ്റ് പ്ലാറ്റ്ഫോം കവറായിട്ടിരിക്കും. ജസ്റ്റ് വീഡിയോ ഇട്ട് കാണിച്ചു തരട്ടെ ഇതിൻ്റെ ക്ലാരിറ്റി അറിയാനായിട്ട്. കണ്ടില്ലേ, ഇതേപോലെ നല്ല ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സ്റ്റീരിയോയ്ക്ക് നമ്മൾ 4x64 ആണ്. സ്മാർട്ട് ഓഡിയോയുടെ ഒരു എല്ലാം റീപ്ലേസ്മെൻറ്റ് ആപ്പിൾ കാർപ്ലേ ഉള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇത് ചെയ്ത് കൊടുക്കുന്നത് 7800 ചെയ്യണം. പാനൽ നമുക്ക് 1400 വരുന്നത്. ഗ്ലോസി ബ്ലാക്ക് ആയിട്ട് പാനൽ. ക്യാമറ കണ്ടില്ലേ, അപ്പ് മൗണ്ട് ആയിട്ടുള്ള ക്യാമറയാണ്. HD ക്യാമറ. നൈറ്റിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവും. നിങ്ങൾ കണ്ടോ അതിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ ചാർജ് ചെയ്യുന്നത് 2000 രൂപയ്ക്കാണ് വിത്ത് ഫിറ്റ്മെൻറ്റ് അടക്കം ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ 5D മേറ്റ് ആണെങ്കിൽ 4000 രൂപയ്ക്കാണ് ഇതേപോലെ ഹാച്ച് ബാക്ക് വണ്ടികൾക്ക് ചെയ്യണത്. സ്റ്റിയറിംഗ് വീലാണെങ്കിൽ 9500 നമ്മൾ ഇൻസ്റ്റാളേഷൻ അടക്കം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്. ആപ്പിൾ കാർപ്ലേ നമ്മൾ ഇതേ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുമ്പോൾ തന്നെ വയർലെസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൗണ്ട് ക്വാളിറ്റിക്കായിട്ട് നല്ലൊരു സോങ് നിങ്ങൾ എന്തായാലും വെച്ച് കേൾപ്പിക്കാം. അപ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എല്ലാവർക്കും വർക്കും വീഡിയോയ്ക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും കൊറിയർ ആയിട്ടുള്ള ആവശ്യത്തിനാണെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൺഫേം ചെയ്തിട്ട് മാത്രം നമ്മളെ ഷോപ്പിലേക്ക് വരിക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ കാണാം.